അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ പ്ലെയിനുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് വളരെ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനവരെ നിരത്തുന്ന കാരണങ്ങളും പലതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഒന്ന് പരിശോധിക്കാം. നിങ്ങളെല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. ഇതിനു മുമ്പ് എൻ്റെ പല വീഡിയോസിലും അമേരിക്കൻ ഫൈറ്റർ പ്ലെയിനുകൾ വാങ്ങുന്നതിലെ അപകടങ്ങൾ ഞാനും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സീനിയർ ലെവലിൽ നിന്ന് തന്നെ ഈ ആശങ്കകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് 100% ഒഫീഷ്യലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് തന്നെയാണ്. അമേരിക്കൻ ആയുധങ്ങൾക്ക് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് കുറവാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവരാദ്യം നമ്മുടെ മുമ്പിലേക്ക് ഓഫർ ചെയ്യുന്നത് F-21 വിമാനങ്ങളും F-15EX വിമാനങ്ങളും FA-18 വിമാനങ്ങളുമായിരുന്നു. FA-18 അവർ വിഡ്രോ ചെയ്തതിൻ്റെ പ്രൊഡക്ഷൻ അവർ നിർത്താൻ പോവുകയാണ്. F-21 എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള F-16 വിമാനത്തിൻ്റെ തന്നെ കുറച്ച് ഇലക്ട്രോണിക്കലി മോഡിഫൈഡ് പതിപ്പ് എന്നേ ഉള്ളൂ. പക്ഷേ F-21 ആയാലും F-15 ആയാലും ഇതിന് അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഒന്നുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. വളരെ വലിയ റഡാർ ക്രോസ് സെക്ഷനുള്ള രണ്ട് വിമാനങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ ചൈനയുടെ J-20യുമായിട്ടോ F-35Aയുമായിട്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മളെ വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജസ് പൊസിഷനിലാക്കി തീർക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി അഥവാ അമേരിക്ക F-35A ഓഫർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. F-35 ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല. കാരണം S-400 സിസ്റ്റം മേടിച്ച രാജ്യങ്ങൾക്കൊന്നും അവരത് കൊടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തിൽ ഇച്ചിരി അയവ് വരുത്തി F-35 ഓഫർ ചെയ്താൽ പോലും ഒരുപാട് ഓപ്പറേഷണൽ റെസ്ട്രിക്ഷൻസോട് കൂടിയായിരിക്കും ഇത് വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത്രയും നൂതനമായ ടെക്നോളജിയിൽ 1% പോലും ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ അവർ തരില്ല. രണ്ടാമത്, ഇതിൻ്റെ കമ്പ്യൂട്ടർ കോഡുകളൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് യാതൊരു മോഡിഫിക്കേഷനും അതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. മൂന്നാമത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എഫിഷ്യൻ്റായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. ബ്രഹ്മോസ് പോലെയുള്ള ആയുധങ്ങൾ വരെയുണ്ട്. ഇതൊന്നും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. ശരി, ഇതെല്ലാം പോട്ടേന്ന് വയ്ക്കാം. നമ്മളൊരു ഫൈറ്റർ പ്ലെയിന് മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സ്ഥലത്ത് കുറ്റിയടിച്ച് ആണിയടിച്ച് വയ്ക്കാനല്ലല്ലോ പോകുന്നത്. ഇതിനെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ എയർബേസിലും നമ്മൾ കൊണ്ടു നടക്കും, 1-2 സ്ക്വാഡ്രൺ ആണെങ്കിൽ പോലും. കാരണം നമ്മുടെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഏരിയയുമായിട്ട്, മേഖലയുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി നമ്മുടെ വിമാനങ്ങൾക്കും നമ്മുടെ പൈലറ്റ്സിനും എല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എവിടൊക്കെ ഈ വിമാനങ്ങളെ കൊണ്ടുപോകുന്നോ അവിടെ എല്ലാം അമേരിക്കയിലെ ആളുകൾ വന്നിട്ട് മോണിറ്റർ ചെയ്യും. അവർ പറയുന്നത് ഈ ജെറ്റിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാണ്. അങ്ങനെ നമ്മുടെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ബേസുകളിൽ മുഴുവൻ ഇവരെ കൊണ്ടു നടക്കേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓപ്പറേഷണൽ സോവറിനിറ്റിയുടെ മുമ്പിൽ ഒരു ഇൻഫ്രിഞ്ച്മെൻ്റ് തന്നെയാണ് എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളരെ ശക്തമായ കേപ്പബിലിറ്റീസും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ലോജിസ്റ്റിക്കൽ ഫീസിബിലിറ്റിയൊക്കെ ഉള്ള ഒരു മീഡിയം വെയ്റ്റ് ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു ബാലൻസ്ഡ് കോമ്പിനേഷനാണ് നമ്മുടെ ആവശ്യം. ഇതിനൊക്കെ പുറമെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് ഇതിനു മുമ്പ് പല വട്ടം പണി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേത് 1971 ഇൻഡോ പാകിസ്ഥാൻ വാർ. അന്ന് ഇന്ത്യ റഷ്യൻ ചേരിയിലും പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലുമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ റഷ്യയുടെ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുടെയും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക വേണ്ടത്ര ആയുധങ്ങൾ മുഴുവൻ പാകിസ്ഥാന് കൊണ്ട് കൊടുത്തിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ ഒരു ആയുധ ഉപരോധം ഏർപ്പെടുത്തി. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാന് കൊടുക്കാനുള്ളതെല്ലാം ഇവരും കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യക്ക് മറ്റെവിടെ നിന്നും ആയുധങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയും ഉണ്ടായി. അത് നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസിനെ ഒരുപാട് ബാധിച്ചു. അതുപോലെ തന്നെയാണ് 1999 കാർഗിൽ കോൺഫ്ലിക്റ്റിലും സംഭവിച്ചത്. അന്ന് അമേരിക്കയുടെ കുറേ മിലിറ്ററി ഹാർഡ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അമേരിക്ക വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഡ് യൂസർ എഗ്രിമെൻറ്റ്സ് ഇന്ത്യയുടെ മേളിൽ ഇമ്പോസ് ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി, വളരെ ഫ്രീ ആയിട്ട് ചില സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ കഴിവിനെ അത് വളരെ സാരമായിട്ട് ബാധിക്കുക, നമുക്കതിൽ ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 1998 ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം അമേരിക്ക ഇന്ത്യയുടെ മേളിൽ വളരെ ശക്തമായ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയുണ്ടായി. മിലിറ്ററി കോപ്പറേഷൻ്റെ കാര്യത്തിലായാലും ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കീ മിലിറ്ററി പ്രോഗ്രാംസിലും അവർ സ്പെയർ പാർട്ടിൻ്റെ കാര്യത്തിലും എല്ലാം അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന കാരണം അതും നമ്മളെ 1999 കാർഗിൽ യുദ്ധത്തിൽ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യ മിലിറ്ററി എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയിലെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയുടെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ടെക്നോളജിയുടെ കാര്യം വരുമ്പോഴത്തേനും നമുക്ക്
രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയുമൊക്കെ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലെ സിറ്റുവേഷനിൽ. അതിലേറ്റവും അലാമിംഗ് ആയിട്ടുള്ള മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒക്ടോബർ നവംബറിലാണ് അമേരിക്ക പാകിസ്ഥാന് ഒരു കാര്യവുമില്ലാതെ $450 മില്യൺ വെറുതെ അങ്ങ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുറേ ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, F-16 പോലെയുള്ള, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസയാണെന്നാണ്. അത് പാകിസ്ഥാന് വെറുതെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അമേരിക്ക ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതത്ര വിശ്വാസകരമല്ല. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ശക്തമായ അലൈസായിട്ടുള്ള പല രാജ്യങ്ങളും ഇതിനു മുമ്പ് അമേരിക്ക വിട്ടുപോയിട്ടുണ്ട്. 1979 ഇറാൻ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു അലയായിരുന്നു. അവർ അമേരിക്കയിൽ നിന്നും മൂവ് ഔട്ട് ചെയ്ത് സോവിയറ്റ് യൂണിയനുമായിട്ടും ചൈനയുമായിട്ടും അടുത്തത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1970 തന്നെ അമേരിക്കയുടെ വളരെ ശക്തരായ അലൈസ് ആയിരുന്ന ഈജിപ്റ്റ് അമേരിക്കയിൽ നിന്നും പുറത്തേക്ക് പോയി അവർ സോവിയറ്റ് യൂണിയനുമായിട്ട് സഖ്യമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നു. പാകിസ്ഥാനായിട്ടും പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ടർക്കി ഇപ്പോഴും ഒരു നാറ്റോ മെമ്പറാണ്, അമേരിക്കയുടെ ശക്തരായ ഒരു അലയായിരുന്നു. പക്ഷേ അവരും അമേരിക്കയിൽ നിന്നും അകന്ന് റഷ്യയുടെ ഭാഗത്തേക്ക് പോവുകയും ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം വരെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് റഷ്യ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ ശക്തമായൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. റഷ്യയുമായിട്ട് കോൾഡ് വാറിൻ്റെ കാലഘട്ടം മുതലേ ഉള്ള ഒരു ശക്തമായ പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യക്കുള്ളത്. ആ ഒരു മിലിറ്ററി കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ കാലത്തെ ഏറ്റവും നൂതനമായ T-90 ടാങ്കുകളും അതുപോലെ സുഖോയ് 30 MKI വിമാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് പൂർണ്ണമായ ലൈസൻസ് നമുക്ക് തരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. തന്നെയല്ല, റഷ്യ എന്നും നമുക്കൊരു റിലയബിളായിട്ടുള്ള ഒരു മിലിറ്ററി സപ്ലയറായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റിൽ 60% റഷ്യൻ എക്യുപ്മെൻറ്റ്സ് ആണെന്നുള്ളത് കാണാം. ടെക്നോളജിക്കൽ കൊളാബറേഷൻ്റെ കാര്യത്തിലും വലിയ പിശുക്കും റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യയുടെ കാര്യത്തിൽ റഷ്യ. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ, ഏറ്റവും വേഗത കൂടിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AK-203 റൈഫിളിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ഇന്ത്യയും റഷ്യയും ജോയിൻ്റ് ആയിട്ട് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഫ്രാൻസിൻ്റെ കയ്യിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി ഉണ്ട്. നേവൽ ടെക്നോളജിയിൽ അമേരിക്കയോട് കിടപിടിക്കാൻ തന്നെ ശക്തമായ ഒരു രാജ്യമാണ് ഫ്രാൻസ്. മൊത്തത്തിൽ മിലിറ്ററി ടെക്നോളജി, പ്രത്യേകിച്ച് ഫൈറ്റർ ജെറ്റിൻ്റെ കാര്യത്തിലായാലും ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലായാലും മിലിറ്ററി സാറ്റലൈറ്റുകളുടെ കാര്യത്തിലുമൊക്കെ ഫ്രാൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഫ്രാൻസുമായിട്ടുള്ള കൊളാബറേഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ വരാൻ പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള സ്ട്രാറ്റജിക് അലയൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫൻസ് എഗ്രിമെൻറ്റ് നമ്മൾ അവരുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മിലിറ്ററി ഹെലികോപ്റ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും സാറ്റലൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും സബ്മറീൻസിൻ്റെ, ന്യൂക്ലിയർ സബ്മറീൻസിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സഫ്രാൻ കമ്പനിയുടെ ഫൈറ്റർ എൻജിൻസ് നമുക്ക് 100% ടെക്നോളജി ട്രാൻസ്ഫർ തന്നുകൊണ്ട് 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 110 kN പവറുള്ള എൻജിൻ ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യാനുമുള്ള എല്ലാവിധ ലൈസൻസും എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പുതിയൊരു ഓഫർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കുന്നു. ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് ഇതുണ്ടാക്കാം, എന്നിട്ട് നിങ്ങളും എടുത്തോ ഞങ്ങളും എടുത്തോ, നിങ്ങളുടെ ഷിപ്പ് ബിൽഡിംഗ് കേപ്പബിലിറ്റിയിൽ ഇത് ഒരുപാട് നിങ്ങൾക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ഓഫറും കൂടെ ഫ്രാൻസ് നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പുറമെ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഡോ പസഫിക് റീജിയനിൽ. അപ്പോൾ ഇവിടെ ഫ്രാൻസുമായിട്ടുള്ള വളരെ ശക്തമായ ഒരു ബന്ധം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രാറ്റജിക് പ്രസൻസും ആ മേഖലയിൽ ശക്തമാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. എന്തായാലും വേണ്ടില്ല, അമേരിക്കയെ പിണക്കാതെ തന്നെ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി ടൈസ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിഫൻസ് സ്ട്രാറ്റജി ഉണ്ടാക്കാനും നമ്മുടെ ഓവറോൾ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസിനെയും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസിനെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് നമ്മളെ സഹായിക്കും. എന്തായാലും സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.